അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? എന്താണ് ഈ ആൻറ്റി ടാർണിഷ് ജ്വല്ലറി? എല്ലാവർക്കുള്ളൊരു സംശയമാണ്. ഇൻ സിമ്പിൾ വേർഡ്സ്, they are designed to resist tarnishing. So what is tarnishing? Which is a discoloration that happens when metal react with the air, moisture and chemicals. ഇതെന്തപ്പം ഇങ്ങനെയല്ലേ, ഒരു കെമിസ്ട്രി ക്ലാസ് പോലെ അല്ലേ? നമുക്ക് നമ്മുടേതായ സ്വന്തം ഭാഷയിലോട്ട് വരാം. ടാർണിഷിങ് എന്ന് പറഞ്ഞാൽ കറുത്തു പോകാത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു മെറ്റൽ, അത് ഏത് ലോഹമായിക്കോട്ടെ, എയറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, എയറോ അല്ലെങ്കിൽ മോയ്സ്ചറൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു കറുപ്പ് നിറം വരും. ആൻറ്റി മീൻസ് എതിർ, ഓപ്പോസിറ്റ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അങ്ങനെ ടാർണിഷ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടുള്ള ജ്വല്ലറീസിനാണ് നമ്മൾ പറയുക ആൻറ്റി ടാർണിഷ് ജ്വല്ലറീസ് എന്ന്. ഇനി എങ്ങനെയാണ് ആ പ്രിക്കോഷൻ എന്ന് ചോദിച്ചാൽ, ആൻറ്റി ടാർണിഷ് ജ്വല്ലറിയിൽ നമുക്കതിനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് പ്രൊട്ടക്റ്റീവ് കോട്ടിങ്സ്, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലാകാം, നമ്മുടെ ടൈറ്റാനിയം ആകാം, പ്ലാറ്റിനം ആകാം, അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള കോട്ടിങ് ഈ മെറ്റലിന് മുകളിൽ കൊടുക്കുകയും അതിന് മുകളിലായിട്ടായിരിക്കും പിന്നീട് ഗോൾഡ് പ്ലേറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നോർമലി ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആൻറ്റി ടാർണിഷ് ജ്വല്ലറികളും സ്റ്റെയിൻലെസ് സ്റ്റീൽ കോട്ടഡ് ആയിട്ട് വരുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് വരുന്നതാണ്. പ്രൊട്ടക്റ്റീവ് കോട്ടിങ് വന്നതിന് ശേഷം അതിലേക്ക് ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്ന തരത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്ലേറ്റിംഗ് അപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കും ഈ പറയുന്ന ആൻറ്റി ടാർണിഷ് ജ്വല്ലറീസ്. ഇതിന് 3 സ്പെസിഫിക്കേഷൻസ് ആണ് നിലവിൽ പറയുക. ഫസ്റ്റ് വൺ ഈസ് വാട്ടർ പ്രൂഫാണ്, അനദർ വൺ ഈസ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, ആൻഡ് തേർഡ് വൺ ഈസ് ഹൈപ്പോ അലർജിക്. ഹൈപ്പോ അലർജിക് എന്ന് പറയുമ്പോൾ നോർമലി നമ്മുടെ എല്ലാ തന്നെ തരത്തിലുള്ള കുട്ടികൾക്ക്, ഇപ്പം നമ്മൾ സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യണമെന്ന് പലരും പല തരത്തിലുള്ള ജ്വല്ലറീസും ആഗ്രഹിക്കുന്നുണ്ട്. പല തരത്തിലുള്ള ജ്വല്ലറി കാണുമ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റൈലായിട്ട് വെയർ ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹം കാണും. പക്ഷേ എന്താണ്, അവർക്ക് അലർജി പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ആൻറ്റി ടാർണിഷ് ജ്വല്ലറീസ്. ഇനിയിപ്പോൾ പറയട്ടെ, ആൻറ്റി ടാർണിഷ് ജ്വല്ലറിയെ പറ്റി 2 തരത്തിലുള്ള ആൻറ്റി ടാർണിഷ്, 2 ടൈപ്സിലുള്ള ആൻറ്റി ടാർണിഷ് ജ്വല്ലറീസ് അവൈലബിൾ ആണ്. അത് വൺ ഈസ് 306 ആൻഡ് അനദർ വൺ ഈസ് 304 ആൻഡ് അനദർ വൺ ഈസ് 316. എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതും കൂടി പറഞ്ഞേക്കാം. 304 എന്ന് പറഞ്ഞാൽ 18K ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ളതാണ്. 316 PVD കോട്ടഡ് ആണ്, PVD ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഇനി അതെന്താണെന്നൊരു കൺഫ്യൂഷൻ, അത് പറയാം. 18K എന്ന് പറയുമ്പോൾ നോർമലി നമ്മുടെ ട്രഡീഷണൽ ജ്വല്ലറികളെല്ലാം തന്നെ പ്ലേറ്റ് ചെയ്യുന്ന മെത്തേഡ് തന്നെ. പക്ഷേ PVD കോട്ടഡ് ആകുമ്പോൾ കുറച്ചുകൂടി ഒരു റെസിലിയൻ ഫിനിഷിങ് കിട്ടുന്ന തരത്തിലുള്ള കോട്ടിംഗ് ആയിരിക്കും. സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്ക്രാച്ചൊക്കെ വന്നാലും തന്നെ പെട്ടെന്ന് അങ്ങനെ സ്ക്രാച്ചിനോട് മോർ റെസിസ്റ്റൻ്റ് ആയിട്ട് കാണിക്കുന്ന തരത്തിലുള്ള കോട്ടിങ്ങാണ് PVD കോട്ടിംഗ് എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രയൊക്കെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ പ്രൈസ് റേഞ്ചും ഉണ്ടാകുമെന്ന് കണക്കൂട്ടിക്കോ. ഇന്നിപ്പോൾ മാർക്കറ്റിൽ ഒരു 250 to 399 ചിലപ്പോൾ അതിനൊരു ജസ്റ്റ് കയറി വരും നമ്മുടെ ഈ 304 സ്റ്റെയിൻലെസ് സ്റ്റീലുകൾ വരെയെങ്കിൽ 316 450 to 800 വരിക. പിന്നെ അതിൻ്റെ ഒരു ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് നോർമലി എല്ലാ ആൻറ്റി ടാർണിഷ് മെറ്റീരിയൽസും ലോങ് ലാസ്റ്റിംഗ് ആണ് എങ്കിൽ തന്നെയും ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന നമ്മുടെ 316 കുറച്ചുകൂടി, അതായത് ഒരു 4 to 6 years ഗ്യാരണ്ടി അതിൻ്റെ മാനുഫാക്ചേഴ്സ് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ 304-ന് അവർ 6 months to 2 years പറയുന്നുണ്ട്. എങ്കിലും നമ്മൾ പറയുന്നു 6 to 8 months നമുക്ക് നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ആൻറ്റി ടാർണിഷ് ജ്വല്ലറീസ്. ഇനി ആൻറ്റി ടാർണിഷ് ജ്വല്ലറി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട കുറേ പ്രിക്കോഷൻസ്, നോർമലി ഇതിനോട് സോൾട്ടുമായിട്ട് അല്ലെങ്കിൽ കെമിക്കൽസുമായിട്ട്, പിന്നെ നമ്മുടെ സ്പ്രേ പോലുള്ളത്, പെർഫ്യൂംസൊക്കെ, അതൊക്കെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഒഴിവാക്കുക. അതിൻ്റെ അതിൻ്റെ ആ ഒരു കോട്ടിങ്ങിൻ്റെ ഗ്ലൈസിങ്, അതിൻ്റെ ലെസ്റ്റർ, ആ ഒരു മെറ്റാലിക് ലെസ്റ്റർ പെട്ടെന്ന് തന്നെ മങ്ങിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. നോർമലി ഉള്ള ഒരു പ്രശ്നങ്ങളും അതിന് വരാറില്ല. പക്ഷെ നമ്മളൊരു വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്ന ജ്വല്ലറീസ് നമ്മളൊന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വിയർപ്പ് കൂടുതൽ വരികയും സോൾട്ടിൻ്റെ ഒരു പ്രസൻസിനോട് അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അവസരങ്ങളിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നിറം മങ്ങിപ്പോകാനൊരു സാധ്യതയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും നേരം കുറേ സ്റ്റഡി ക്ലാസ്സുമായിട്ട് എന്താപ്പാ വന്നിരിക്കണേ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കണേ. എന്നാൽ പറഞ്ഞേക്കാൻ കാര്യം, നമ്മളിങ്ങനൊരു ഒരു ഓൺലൈൻ സ്റ്റോർ നമ്മൾ ഓപ്പൺ ആക്കിയാണ് കേട്ടോ.
നമ്മുടെ സ്റ്റോറിൻ്റെ പേര് വരുന്നത് ഓറ ബൈ ജോജൂസ്. ഓക്കെ, നമ്മുടെ ഓറ എന്ന് നമ്മൾ സിംപ്ലി അതിനെ വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളും അങ്ങനെ എന്തെങ്കിലും വിളിക്കുമല്ലോ അല്ലേ? നമ്മളതിനെ ഓറ എന്ന് തന്നെയാണ് വിളിക്കുക. അപ്പോൾ നമ്മുടെ ഓറയിൽ നമ്മൾ ഈ പറയുന്ന ആൻറ്റി ടാർണിഷ് മാത്രമല്ല കേട്ടോ, എല്ലാ തരത്തിലുള്ള ജ്വല്ലറീസും അതിനോടൊപ്പം തന്നെ ബാക്കി മെറ്റീരിയൽസും അവൈലബിൾ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ ഡിസൈൻസും നമ്മുടെ ഓറയിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ. ബൈ.